ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു കുഞ്ഞു ഉത്സവ കാഴ്ചയാണ് കേട്ടോ. ഉത്സവമൊന്നുമല്ല, എന്നാലും അതായത് കുന്നത്തൂർ പാടിയിൽ മുത്തപ്പൻ ഒരു മാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കണ്ണൂരേക്ക് എത്തുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോവാതെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾക്ക് എന്തായാലും പോകണം, അത് വിചാരിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പം ഞാൻ ശമ്പൂട്ടൻ വളരെ ചെറുതായിരിക്കുമ്പോഴാണ് ഈ ഒരു സമയത്ത് ലീവ് ഇട്ടിട്ട് നാട്ടിൽ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇനി നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ, ഇന്ന് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതുപോലെ വമ്പൻ തിരക്കാണ്. ഏകദേശം ഒരു കുറച്ച് ദൂരെയാണ് നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കിട്ടിയത്. അപ്പോൾ അത് പാർക്കിംഗ് ഒക്കെ നിർത്തിയിട്ടിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ വന്ന വഴിക്ക് കണ്ടില്ലേ, നല്ല മഴയായിരുന്നില്ലേ. നമ്മുടെ ഇന്നലത്തെ വീഡിയോ, അതായത് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പാടിയിലേക്ക് കുന്ന് കയറുന്ന സ്ഥലത്തെല്ലാം ദാ ഇങ്ങനെ ചെളിയും കരിയിലൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെ കുഴഞ്ഞ് സ്ലിപ്പറി ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടി എത്തി. അപ്പോൾ ഈ ഒരു മാസം മുത്തപ്പൻ അവിടെ പറശ്ശിനിക്കട അമ്പലത്തിലുണ്ടാവില്ല, എവിടെയാണ് ഉണ്ടാവുക എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ മുത്തപ്പനുണ്ട്, തിരുവപ്പനയുണ്ട്, മൂലമ്പറ്റമ്മയുണ്ട്, അങ്ങനെ പല പല തെയ്യത്തിൻ്റെ രൂപങ്ങൾ, തെയ്യമല്ല മുത്തപ്പനും തിരുവപ്പനയും കൂടെ എപ്പോഴും ഒരുമിച്ചല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പുറകിൽ കുറേ സ്റ്റോറിയൊക്കെ ഉണ്ട് കേട്ടോ. മുത്തപ്പനും തിരുവപ്പനയും മറ്റേ പൊയ്ക്കണ്ണ് തുറന്ന് കാണുന്ന ഇതൊക്കെ എവിടെ വെച്ചാണ്, എന്താണ്, അങ്ങനെ വലിയൊരു സ്റ്റോറി. മുത്തപ്പൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു കഥയാണ് കേട്ടോ. അപ്പം ഭയങ്കര തണുപ്പ്, മഴയും പിന്നെ തണുപ്പും എല്ലാം ആയിട്ട് നമ്മളിതാ ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് വന്നു. പ്രസാദമൊക്കെ മേടിച്ചു. പ്രസാദമായിട്ട് നമ്മുടെ അവിലും വൻപയർ പുഴുങ്ങിയതും അതേപോലെ തേങ്ങാക്കൊത്തുമാണ് കേട്ടോ, തേങ്ങാപ്പൂളുകളുമാണ് പ്രസാദമായിട്ട് കിട്ടുക. അപ്പം നമ്മുടെ കൂടെ കുഞ്ഞമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാനും ശംഭുവും പ്രജിയും, നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അവലൊക്കെ മേടിച്ച് കഴിച്ചു. അതിനുശേഷം ഒന്നാമതേ തണുപ്പ്, അതിൻ്റെ കൂടെ എനിക്ക് പനിയുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നല്ലോ. അപ്പോൾ നല്ല ഇഞ്ചിമുട്ടായി കിട്ടി കേട്ടോ. അപ്പോൾ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു ഇഞ്ചിമുട്ടായി മേടിച്ചപ്പോഴേ, എനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു. എനിക്ക് അവസാനതായി ഇത്രയും ഒരു കട്ടയാണ് കിട്ടിയത്, ബാക്കി എല്ലാം പോയി. എല്ലാവരും കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഈ തിരക്കുണ്ടായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെയാണ് പോയത്. നമുക്ക് രാത്രി ഒരു 10 മണിക്ക് ശേഷം 11 മണി, 12 മണി, 1 മണി, 2 മണി ആ ഒരു സമയത്താണ് ഇവിടെ വന്നാൽ മതി. പക്ഷേ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, വഴി മൊത്തം ബ്ലോക്കായിപ്പോൾ. അതുകൊണ്ട് നേരത്തെ വന്നു. അതുകൊണ്ട് തിരുവപ്പന ഒരുങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. അവിടെ പുറത്തുനിന്ന് തന്നെ ഇട്ടല്ലേ ചെയ്യുക. അപ്പോൾ എന്താണ് അവിടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഒരുങ്ങി ഒന്ന് തിരുവപ്പന കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു പോരാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ പോയത്. അങ്ങ് വെളുപ്പോളം നിൽക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല, കാരണം ഒന്നാമതെ പനിയാണ്. പിന്നെ ഏറ്റവും വെളുപ്പിന് 3 മണി 4 മണി സമയത്താണ് മൂലമ്പറ്റമ്മയൊക്കെ ഇറങ്ങുക. ഇതൊക്കെ കണ്ണൂരിലെ ഉള്ളവർക്ക് മനസ്സിലാവാൻ എളുപ്പമാണ്, പുറത്തുള്ളവർക്ക് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. കാരണം ഞാൻ തന്നെ മനസ്സിലാക്കി എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അപ്പോഴത്തേക്കും തിക്കും തിരക്കുമായി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറ്റാനുള്ള സ്ഥലം പോലും ഇല്ലാണ്ടായി. പണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും നമ്മൾ മാറ്റ് ഷോളൊക്കെ കൊണ്ടുപോയി അതിൽ വിരിച്ച് സമാധാനത്തിൽ ഇരുന്നൊക്കെയാണ് വന്നത്. ശമ്പൂട്ടനെയും എല്ലാം ഒന്ന് ഉറക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ആക്കിയിട്ടാണ് വന്നത്. പക്ഷേ അത് ഈ ഇട ദിവസങ്ങളിലൊക്കെയാണ്. ഇതിപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായി, കണ്ടില്ലേ. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് ആർക്കും ഇരിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ അവിടെ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, തിരുവപ്പന എപ്പോഴും പൊയ്ക്കണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പൊയ്ക്കണ്ണ് ഊരിയിട്ട് മുത്തപ്പനെ കാണുന്ന ഒരു സമയമാണ്. അവർ ഫ്രണ്ട്സാണ് കേട്ടോ, മുത്തപ്പനും തിരുവപ്പനയും. അപ്പോൾ പൊയ്ക്കണ്ണ് ഊരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു സിൽവർ കളർ കയ്യിലുള്ള സാധനം കണ്ടോ, അത് കണ്ണാണ്, കണ്ണിൻ്റെ ഇതാണ്. അത് പിന്നെ അങ്ങ് മൂടിക്കെട്ടും, കാരണം പിന്നെ അത് അഴിക്കില്ല. പിന്നെ അടുത്ത ഉത്സവകാലത്താണ് അഴിക്കുക എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പോൾ എൻ്റെ അറിവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശിശുവാണ് ഇതിനെക്കുറിച്ചിട്ട്, അപ്പോൾ എൻ്റെ അറിവുകളൊക്കെ തെറ്റാനും സാധ്യതയുണ്ട്. എന്നാലും ഇങ്ങനെയാണ് അവിടുത്തെ ഉള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇതാണ് തിരുവപ്പന മുടിയെല്ലാം വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ മുത്തപ്പൻ്റെ ഫോട്ടോ ഒക്കെ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ മുത്തപ്പനും തിരുവപ്പനയും 2 പേരാണ് അടുത്തടുത്ത് നിൽക്കുന്നത് കാണുക. അപ്പോൾ ഇതാണ് തിരുവപ്പന, കണ്ടോ. പൊയ്ക്കണ്ണെല്ലാം വെച്ച് കെട്ടിയിട്ട് താടിയും മുടിയൊക്കെ ആയിട്ട്. അപ്പോൾ പൊതുവേ മുത്തപ്പൻ കുറച്ച് കഴിയുമ്പോൾ മുത്തപ്പനാണ് ഇവിടെ ഉണ്ടാവുക. ഈ ഒരു സമയത്ത് മുത്തപ്പൻ എന്തായാലും നമ്മുടെ പറശ്ശിനിക്കട അമ്പലത്തിൽ ഉണ്ടാവില്ല, അത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ ഈ സമയത്ത് പറശ്ശിനിയിൽ ആൾക്കാരുണ്ടാവലുണ്ട്, അവിടെ ഉള്ളവരെല്ലാവരും പോകലുണ്ട്. പക്ഷെ മുത്തപ്പനെ കാണാൻ നട തുറക്കാറൊന്നും ഇല്ല.
അപ്പോൾ അതിനുശേഷം നമുക്ക് പോകാനുള്ള സമയമായി. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് പോരുകയാണ്. അതായത് നമ്മൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ നല്ല അടിപൊളി ചുക്കാപ്പി കൊടുക്കുന്നുണ്ട്. തിരുവപ്പന ഇറങ്ങി കഴിയുമ്പോൾ തൊട്ട് ചുക്കാപ്പി കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചുക്കാപ്പി കൊടുക്കുമ്പോഴും അവിടെ കണ്ടോ ആൾക്കാരെല്ലാവരും ഇങ്ങനെ കുന്ന് നിറയെ ആൾക്കാരാണ്. എത്ര പേരാണെന്നൊന്നും പറയാനില്ല. വഴി ഒഴിച്ചു വിട്ടിട്ട് ബാക്കി എല്ലാ ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് തിരുവപ്പനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ടു. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ട് കയറി പോകുമ്പോഴേ നമ്മുടെ ശമ്പൂട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലേസർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. കാരണം ന്യൂ ഇയറിനെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വേളി ഗ്രൗണ്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ അത് ഞാൻ എപ്പോഴും പറയാറില്ല, വളരെ ശമ്പൂട്ടൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ അങ്ങനെ ഞങ്ങൾ മേടിച്ച് കൊടുക്കാറില്ല. ഇച്ചിരി ഒന്ന് സമയം കൊടുക്കണം. അതിനുശേഷം അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ മേടിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ എപ്പോഴായാലും അവനത് കിട്ടും എന്നറിയാം, പക്ഷേ വിചാരിക്കുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എല്ലായിടത്തും ചെല്ലുമ്പോൾ ഇങ്ങനെ വാശി കാണിച്ചുകൊണ്ടിരിക്കും, കാണുന്നതെല്ലാം വേണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ നടന്നിട്ട് പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മൾ പറശ്ശിനിക്ക് പോവുകയാണ്. പറശ്ശിനിയിൽ മുത്തപ്പൻ ഇല്ല എന്ന് നമുക്കറിയാലോ. അപ്പം ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പം എന്തായാലും പറശ്ശിനി അമ്പലത്തിൽ പോകണം എന്നുള്ള വിചാരത്തിൽ നമ്മൾ പോവുകയാണ്. അപ്പോൾ അമ്മയുടെ ബാങ്കിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് അമ്മ എന്തായാലും രാവിലെ ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ബാങ്കിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് അമ്മേനെ കൂട്ടിയിട്ട് നേരെ പറശ്ശിനിക്ക് പോവാം എന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ മുത്തപ്പൻ അവിടെ ഇല്ലെങ്കിലും അമ്പലം എപ്പോഴും തുറന്നിരിക്കുന്നുണ്ടാവും. എപ്പോഴും ഭക്തജനങ്ങൾ അവിടെ വരുന്നുണ്ടാവും. കാരണം ദൂരെ സ്ഥലത്തുനിന്നൊന്നും വരുന്നവർക്ക് അറിയില്ലല്ലോ ഉത്സവം ആയതുകൊണ്ട് ഇവിടെ മുത്തപ്പൻ ഉണ്ടാവില്ല, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരുന്നവരായിരിക്കില്ലല്ലോ അവിടെ വരുന്നത്. അപ്പോൾ പിന്നെ മാത്രമല്ല അവിടെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം, അത്താഴ ഭക്ഷണം, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പയറും ചായയും ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട്. അതായത് അവിടുത്തെ ഡെയിലി അവിടുത്തെ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് വളപട്ടണപ്പുഴയുടെ തീരത്ത് നമ്മുടെ മുത്തപ്പൻ്റെ ദേവസ്ഥാനമാണ്. അപ്പം നമ്മൾ നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് വരാനുണ്ടായിരുന്ന മെയിൻ ഒരു കാരണം, എന്തായാലും മുത്തപ്പനെ അവിടുന്ന് കണ്ടു, പക്ഷേ എനിക്ക് ഇവിടുന്ന് വരാനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീതയ്ക്ക് നമ്മൾ വിളക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുല്ലോ നമ്മുടെ ആലപ്പുഴ വീടിൻ്റെ അവിടുന്ന്. അപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് മാമാത്തുനിന്ന് നമ്മൾ വിളക്ക് മേടിച്ചു, ചെങ്ങന്നൂർ അമ്പലത്തിൽ നിന്ന് ഗുരുവായൂരപ്പനെയും കൃഷ്ണനും ഒക്കെ മേടിച്ചു. അപ്പോൾ അവൾക്ക് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വേണം. അപ്പം എൻ്റെ അറിവിൽ ഇവിടെയാണ് ഇനി ഏറ്റവും അടുത്ത് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു കൃഷ്ണനില്ലെങ്കിലും കുഴപ്പമില്ല വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ വരുമ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് അത് മേടിച്ച് കൊടുക്കാമെന്ന് എനിക്ക് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കഥകളി നടന്നിരുന്ന സ്ഥലം കേട്ടോ. നമ്മുടെ ലീലമ്മയുടെ അച്ഛൻ്റെ മണ്ഡപമാണ് അവിടെ. അപ്പോൾ അവിടുന്ന് അതിനുശേഷം കഥകളി മണ്ഡപമാണ്, പുള്ളിക്കാരൻ കഥകളി ആചാര്യനായിരുന്നു കേട്ടോ അപ്പൻ. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ അമ്പലത്തിനകത്ത് കയറുകയാണ്. അപ്പം ഇത്രയും പേരും നട അടഞ്ഞ് കിടക്കുന്നത് കണ്ട് തൊഴുതിട്ടാണ് പോവുക കേട്ടോ. എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം അവിടെ നടന്നതെന്നറിയാമോ? ഞങ്ങൾ കാലൊക്കെ കഴുകി അകത്ത് കയറി നട അടച്ച് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിന് ചുറ്റും ആരും ഇല്ല. എല്ലാവരും പ്രദക്ഷിണം വെച്ച് തൊഴുതു പോകുന്നു. ഇത്രയും പേര് മണ്ഡലകാലം ആയതുകൊണ്ട് അയ്യപ്പന്മാരെല്ലാവരും വന്ന് തൊഴുതു പോകുന്നു. അങ്ങനെ ഞങ്ങളും അതേപോലെ കയ്യും കാലും മുഖമെല്ലാം വെള്ളം തളിച്ചിട്ട് നേരെ പോയിട്ട് പ്രദക്ഷിണം എല്ലാം വെച്ച് ഇറങ്ങി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് അമ്പലത്തിൽ പോയാലും അമ്മയും അച്ഛനും നമ്മുടെ കൂടെ, രണ്ട് വീട്ടിലെ ഏത് അച്ഛനും അമ്മയായാലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ശംഭുവിനെ ഞാൻ അവരുടെ കൂടെ വിടുകയാണ് ചെയ്യുക. അവർ ഏറ്റവും നന്നായി ശംഭുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരായിരിക്കും എന്നെക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് അവർക്കും ആഗ്രഹം കാണില്ലേ എൻ്റെ കൊച്ചുമോനെ കൊണ്ട് അവിടെ അമ്പലത്തിൽ വരണം, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നൊക്കെ അവർക്കും ആഗ്രഹം കാണില്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കോൺഷ്യസ്ലി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് അവനെ അവരുടെ കൂടെ അങ്ങ് വിട്ടുകൊടുക്കൽ കേട്ടോ. അപ്പം അവനും അവരുടെ കൂടെ പോകാൻ ഇഷ്ടമാണ്, ഞാനും അങ്ങനെ വിട്ടുകൊടുക്കും. അപ്പം അങ്ങനെ ശംഭൂട്ടനും അമ്മയും അച്ഛനും തൊഴുത് ഇറങ്ങി. പ്രജിയുടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രജി അവിടെ ഇരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ മുത്തപ്പൻ അമ്പലത്തിനകത്ത് ചെന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതൊക്കെ നോക്കുക. കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നിട്ട് നമുക്ക് ഇനി വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ അവിടെ പറയാനുണ്ടായിരുന്നു സത്യത്തിൽ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്
ഒരാൾ വന്നിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങാൻ തിരിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ്, നീ എവിടെയാണ് മുത്തപ്പനെ കാണാതെ പോകുന്നത്, പോയിട്ട് മുത്തപ്പനെ കണ്ടിട്ട് വരുമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി, എവിടെയാണ് ഇപ്പോൾ മുത്തപ്പനെ കാണണ്ടേ, മുത്തപ്പൻ അടച്ചിട്ടല്ലേ ഉള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു, നീ അവിടെ നിൽക്കുക, ഇപ്പം നട തുറക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ് തീരുകയും നട തുറക്കുകയും കൂടെ ആയിരുന്നു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞാൻ തുറന്നു, നട തുറന്നു, അപ്പം തന്നെ ഞാൻ പ്രജിനെ വിളിച്ചു. പ്രജി മാറി ഇങ്ങ് ദൂരെ ഇരിക്കുമായിരുന്നു. ഞാൻ പ്രജിനെ വിളിക്കുന്നൊന്നും കേട്ടിട്ടേ ഇല്ല. എന്നിട്ട് വേറൊരാൾ പ്രജിനെ വിളിച്ച് തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വന്ന് തൊഴുതു. അന്നേരം അവിടെ നിന്നവരെല്ലാവരും തൊഴുതതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് അമ്മേനെ വിളിച്ച്, അമ്മ അതാ നട തുറന്നിട്ട് വേഗം തൊഴുന്നു. അമ്മ പറഞ്ഞു, ഇപ്പം നട തുറക്കാനോ, നട ഒന്നും തുറക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വേഗം വായോ നട തുറന്നിട്ടെന്ന് പറഞ്ഞ് അമ്മയും ശംഭുവും അച്ഛനും കൂടി ഓടി വരുമ്പോഴത്തേക്ക് നട അടച്ചു. അവർക്ക് തൊഴാൻ പറ്റിയില്ല. ഞാനും പ്രജിയും തൊഴുതിട്ട് ഇറങ്ങി. അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അയ്യപ്പന്മാരവിടെ പായസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം കഴിച്ചു. അതിനുശേഷം ഇവിടെ വന്നാൽ മുടക്കാൻ പാടില്ലാത്ത സാധനമാണ് ചായയും പയറും. ഇവിടുത്തെ പ്രസാദമാണ് കേട്ടോ. അതൊക്കെ കഴിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ശംഭൂട്ടനെ കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രജിക്ക് അറിയാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് പ്രജിയാണ് വീഡിയോ എല്ലാം എടുത്ത് തന്നെ ഭക്ഷണത്തിൻ്റെ. പിന്നെ ഞാൻ ശംഭൂട്ടനെ കൊണ്ട് കയറിയപ്പോഴത്തേക്ക് പ്രജി ശംഭൂട്ടനെ അങ്ങ് മേടിച്ചിട്ട് പ്രജി ശംഭൂട്ടന് ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ സമാധാനത്തിൽ കഴിച്ചിട്ട് ഇറങ്ങി. അവിടെ എപ്പോഴും സാമ്പാറും ഇഞ്ചിക്കറിയാണ് ഉണ്ടാവുക. അതുകൂട്ടി നമ്മൾ കഴിച്ചിട്ട് നേരെ നമ്മൾ കൃഷ്ണനെ നോക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എൻ്റെ ഒരു വിചാരത്തിൽ നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖഷേപ്പ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. കാരണം പലതരത്തിൽ ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫേസസ് ഉള്ള കൃഷ്ണനെ കിട്ടും, പല പോസ്റ്റേഴ്സിലുള്ള പല ഫേസുള്ള കൃഷ്ണനെ കിട്ടും. പക്ഷേ എനിക്കെല്ലാം ഇഷ്ടപ്പെടില്ല. ചിലത് കാണുമ്പോൾ ഭയങ്കര കുട്ടിത്തവും ഐശ്വര്യമൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു അവളോട് ചോദിക്കാമെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം ഒരേ മോൾഡിൽ, ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട റേഞ്ചിലുള്ള കൃഷ്ണനെല്ലാം എല്ലാം ഒരേ മോൾഡിൽ തന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഏകദേശം ഒരേ ഫേസ് കട്ടാണ് എല്ലാത്തിനും. അപ്പോൾ അതിൽ നിന്നൊരു കൃഷ്ണനെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ അവിടുന്ന് നേരെ വന്നത് അമ്മമ്മയുടെ അടുത്തേക്കാണ്. അമ്മമ്മയുടെ വീട് ഒരു കുന്നിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ഈ കുന്നിൽ ചെരുപ്പിട്ടുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം എനിക്ക് സ്ലിപ്പാകും, വീഴും എന്നുള്ള പേടിയാണ്. അപ്പോൾ ഈ പൂച്ചയൊക്കെ 4 കാലിൽ വീഴില്ലേ, അതുപോലെ ഞാനിങ്ങനെ നമ്മുടെ കാലിൻ്റെ പാദമൊക്കെ വിരിച്ച് വെച്ചാണ് നടക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊന്നും ശംഭൂട്ടനെ പിടിക്കില്ല, ഒന്നും പിടിക്കില്ല. ഫോൺ 2 കയ്യിലും കൊണ്ട് മുറുക്കി പിടിച്ചിട്ട് എവിടെയും നമുക്ക് ചുറ്റും പിടിക്കാനൊന്നും സ്ഥലമല്ല, റബ്ബറും തോട്ടാണ്. ഞാനിങ്ങനെ അരിച്ച് നിരങ്ങി ഇറങ്ങുകയാണ്. ശംഭൂട്ടനും അമ്മയും അച്ഛനും ആദ്യം ഇറങ്ങി. പ്രജി സാധനങ്ങളൊക്കെ ആയിട്ട് മെല്ലെ ഇറങ്ങിയപ്പോൾ അവിടെ ആ പട്ടിക്കുട്ടൻ ഇരിക്കുന്നു. അവനിപ്പം മിണ്ടുന്നേ ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ശംഭൂട്ടൻ അകത്തോട്ട് കയറുന്നു കണ്ടപ്പോഴത്തേന് കുരച്ച് ചാടി ആകെ ബഹളം വെച്ചു. കാരണം അമ്മമ്മയും ഏട്ടനും അവിടെ ഉണ്ട്. പക്ഷെ അവരറിയാത്ത സമയത്താണ് നമ്മൾ ചെല്ലുന്നതൊന്നും വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് അമ്മമ്മ പുറത്ത് പണിയിലാണ്, ഏട്ടനകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഒരു 2 മണി 3 മണി സമയമല്ലേ. അപ്പോഴത്തേക്ക് ഞങ്ങളങ്ങ് ചെന്നപ്പോൾ തന്നെ പട്ടി എടുത്ത് ചാടി. ഞങ്ങൾ പേടിച്ച് ഓടി. അപ്പോഴത്തേക്ക് പട്ടിയുടെ കുര കേട്ടിട്ട് അമ്മമ്മ ഓടി വന്ന് നിങ്ങളെന്താ പറയാതെ വന്നതെന്നെല്ലാം ചോദിച്ച് ഞങ്ങൾക്ക് നല്ല വഴക്ക് കിട്ടി. കാരണം എന്തെങ്കിലും ആക്കണ്ടേ, നിങ്ങൾ പറയാതെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും അത് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്, ഒന്നും ആക്കാനൊന്നുമില്ല, വെറുതെ കയറിയിട്ട് പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അമ്മമ്മയ്ക്ക് സന്തോഷമായി, പക്ഷേ എന്നാലും വിഷമമായി. പക്ഷെ നമ്മളെല്ലാം കരുതിയിട്ടാണ് കേട്ടോ പോയത്, കഴിക്കാനുള്ളതെല്ലാം മേടിച്ചിട്ടാണ് പോയത്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എവിടെ പ്രജിയുടെ റിലേറ്റീവ്സിൻ്റെ ഏത് വീട്ടിൽ പോയാലും എനിക്ക് ഇവിടെ വരുമ്പോഴാണൊരു സന്തോഷം കിട്ടുക. അത്രയ്ക്ക് വൃത്തിയിലാണ് അമ്മമ്മ വീട് വെക്കുക. ഏത് സമയം ചെന്നാലും പൂജാമുറിയിൽ വാടാത്ത ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. വീടൊക്കെ ഒരു പുല്ല് പോലും, ആ മെറ്റലിട്ട സ്ഥലത്ത് ഒരു പുല്ല് പോലും കാണില്ല. ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എത്രയാണെന്ന് മനസ്സിലാവില്ല. നമ്മളിനി ഒരിക്കൽ പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. മുറികളിലൊന്നും ഒരു തരി പൊടിയോ മണ്ണോ കാണില്ല. നമ്മുടെ ഗ്യാസും അല്ലെങ്കിൽ നമ്മുടെ പാദോമ്പുറം എല്ലാം ഇങ്ങനെ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്ന ഭയങ്കര ഒരു വൃത്തിയുടെ ആളാണ് അമ്മമ്മ. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്മമ്മയുടെ അടുത്തുനിന്ന് ഏട്ടൻ്റെ അടുത്തുനിന്നും നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് ചായയെല്ലാം കുടിച്ചിട്ട് വന്നു. അപ്പോൾ അതിന് ശേഷം വരുന്ന വഴിക്ക് ശംഭൂട്ടനൊരു ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു നല്ല ചൂടാണ്, നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ശംഭുവിനൊരു ബർഗർ മേടിച്ച് അത് അവിടെ നിന്ന് കഴിച്ച്, ബർഗർ എന്ന് പറയാം എന്നാലും അത് മേടിച്ച് കഴിച്ചു. അതിനുശേഷം ഈ ഉണ്ണിക്കണ്ണനെയാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. ഇഷ്ടമായോ? ഇതെന്തായാലും ശ്രീത ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം അവൾ അറിയാതെയാണ് ഞാനിത് അവൾക്ക് അയക്കുന്നത്. അവൾക്ക് ആഗ്രഹമാണ് ഇത്. പക്ഷേ അവൾക്കറിയാം ബൈ പോസ്റ്റ് ചെയ്യുന്ന ഇത് പൊട്ടും, നാശമായി പോവും, അതുകൊണ്ട് ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടും പിന്നെ വിചാരിച്ചതുപോലെ കിട്ടാത്തത് കൊണ്ടും ആൾ വേണ്ടെന്ന് വെച്ചതാണ്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് കണക്കാക്കി മേടിച്ചു. ഇതിനെ ഇനിയും പാക്ക് ചെയ്ത് സേഫായിട്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് മേടിച്ചപ്പോൾ തൊട്ട് പ്രജി എനിക്ക് നെഗറ്റീവ് അടിക്കാണ്. ഇതെന്തായാലും അവിടെ എത്താൻ പോകുന്നില്ല, പൊട്ടും ഉറപ്പാണ്. പിന്നെ ആ ഒരു ഇതല്ലേ ഉള്ളൂ, നമുക്ക് എന്തായാലും അയച്ചു നോക്കാം, പൊട്ടുന്നെങ്കിൽ ഞാനും പറഞ്ഞു എന്തായാലും എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായി
അയക്കുന്നതാണ്. പൊട്ടുന്നെങ്കിൽ പൊട്ടിക്കോട്ടെ, പ്രശ്നമില്ല. എന്നാലും എനിക്കൊരാഗ്രഹത്തിന് ഞാൻ നാരായണന് ഗിഫ്റ്റായിട്ട് അയക്കുന്നതാണ്. ശ്രീതയുടെ മോൻ്റെ പേര് നാരായണൻ എന്നാണ്. അപ്പോൾ അവന് ഗിഫ്റ്റായിട്ട് അയക്കുന്നതാണ്. ഞാൻ എത്രത്തോളം സ്നേഹത്തോടെയാണ് ഇത് അയക്കുന്നത് എന്നുള്ളത് എനിക്കും കൃഷ്ണനും മുത്തപ്പനും മുരുകനും എല്ലാവർക്കും അറിയാം. ഇനി ഇത് പൊട്ടുന്നെങ്കിൽ അത് എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഫോൾട്ട് ആയിക്കോട്ടെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാനിത് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്യാൻ ഒരു സാധനവും കടക്കാരൊന്നും തന്നില്ല. ആകെ അമ്മയുടെ ഏതോ ഒരു കാസറോൾ വന്നിട്ടുള്ളതിൻ്റെ ഒരു ഡബ്ബയൊക്കെ എടുത്ത് പല കാർട്ടൂണുകളൊക്കെ കൂട്ടി വെച്ച് അകത്ത് ന്യൂസ് പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ആണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആലപ്പുഴ വീട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള മന്നത്തുനിന്ന് മേടിച്ചിട്ടുള്ള വിളക്ക് പാർട്സ് ആക്കിയിട്ട് ചെറിയ ബോക്സുകളാക്കി അതും പാക്ക് ചെയ്തു. ഇത് കുറച്ച് ഹെവിയാണ്, കാരണം നമ്മൾ അങ്ങനെ നോക്കി മേടിച്ചതാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അവർ യൂസ് ചെയ്യണം എന്നുള്ള ഇതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ഉള്ളത് നോക്കി മേടിച്ചതാണ് കേട്ടോ. തൂക്കി മേടിക്കുന്നത് അന്ന് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത് കണ്ടില്ലായിരുന്നോ. അങ്ങനെ അതിനെ എല്ലാം ചെറിയ, കാരണം അവരൊരു നമുക്ക് ക്വാർട്ടേഴ്സിലാണല്ലോ നിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ പരിമിതികൾക്കനുസരിച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ് വേണ്ടത്. അങ്ങനെ ഇതെല്ലാം പൊതിഞ്ഞ് ഒരു ബോക്സിലാക്കി. അപ്പം തൊട്ട് പ്രജി പറയുന്നുണ്ട് ഇത് എത്തൂല അവിടെ, നീ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത്, എത്താൻ പോകുന്നില്ല. ഞാൻ കണ്ണി കണ്ട പേപ്പർ, ഇത് പേപ്പറെല്ലാം കുത്തി വെക്കുന്നതിന് പ്രജി എന്നെ പിന്നെയും പറഞ്ഞു. കാരണം അവർക്ക് ഇതാ ജസ്റ്റ് നീ എന്താണ് ഈ കാണിക്കുന്നത്, ഇത്രയും പേപ്പറിൻ്റെ വെയിറ്റ് എല്ലാം ആയിട്ട് അത് പിന്നെയും അത് പണിയാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എത്ര പൈസ ആയാലും ഇനി ഇത് സേഫായിട്ട് അവിടെ എത്തണമെന്ന് മാത്രമാണ് കേട്ടോ. അങ്ങനെ ഒരു ഗിഫ്റ്റ് റാപ്പിലൊക്കെ ഞാൻ പൊതിഞ്ഞപ്പോൾ പിന്നെയും പ്രജി എന്നെ വഴക്കു പറഞ്ഞു, ഈ ഗിഫ്റ്റ് റാപ്പിലൊന്നും പോയി അവിടെ എത്തൂല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ നേരെ എൻ്റെ അമ്മയുടെ ഐഡിയ എടുത്തു. ഫുൾ അങ്ങ് മറ്റേ അലുമിനിയം നമ്മുടെ പാക്കിംഗ് ടേപ്പ് കൊണ്ട് ഫുൾ അങ്ങ് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കിട്ടുന്നെങ്കിൽ നന്നായിട്ട് കിട്ടട്ടെ, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ പണിക്ക് നിൽക്കില്ലല്ലോ. കാരണം അത്രയും ആഗ്രഹത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ അപ്പം അതിൻ്റെ ഫോട്ടോ എല്ലാം ഒക്കെ എടുത്ത് അയക്കുന്നുണ്ട്. പക്ഷേ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടെന്ന് മാത്രം ആൾ അറിഞ്ഞിട്ടില്ല. ബാക്കി ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയും വിളക്കും ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ചെറിയൊരു പാഴ്സലാണ് ആൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഇത് അത്യാവശ്യം വലിയൊരു പാഴ്സലാണ്. ഇതിനകത്ത് നമ്മുടെ നാരായണൻകുട്ടിക്ക് കുറച്ച് മിഠായി ഒക്കെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഉറുമ്പ് കയറിപ്പോയാൽ പണിയാവുമല്ലോ, അതുകൊണ്ടാണേ. നമ്മുടെ ബ്ലൂ ബേബിയുടെ ബർത്ത്ഡേ ആണല്ലേ, ബേബി ബ്ലൂവിന്റെ 6-7 ബർത്ത്ഡേ. എങ്ങനെ 6-7 ബ്രെയിൻ റോഡ് ബർത്ത്ഡേ ആണ്. 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സാവും അല്ലേ? അവരുടെ ബ്രെയിൻ റോഡ് 6-7 പിന്നെ ഭാഗ്യമാണെങ്കിൽ 6-7 ഞാൻ കണ്ടു. 6-7 അങ്ങനെ പയ്യാവൂർ അമ്പലത്തിൽ എല്ലാം പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മളിവിടെ അയ്യപ്പൻ്റെ ഒരു ഉപദേവതയായിട്ട് അയ്യപ്പനുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ എള്ളുതിരി കൊളുത്താണ്. എപ്പോൾ വന്നാലും ഇവിടെ എള്ളുതിരി നമ്മൾ കൊളുത്താറുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ 3 പേരും എള്ളുതിരി കൊളുത്തി അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് നേരെ ഇവിടുത്തെ കടവിലേക്ക് കുളമുണ്ട് അവിടെ കേട്ടോ. പടവുകളൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കുളമുണ്ട്. നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ ആ കുളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ശമ്പൂട്ടൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. കുളമുള്ള അമ്പലം പറഞ്ഞാൽ തന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുളത്തിലേക്ക് എത്തി. ഭയങ്കര ഒരു സൂതിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. നമ്മളെ 2 സൈഡിലും നല്ല മരങ്ങളും ഒക്കെ ആയിട്ട് പടവുകൾക്ക് നടുവിലൂടെ ഇങ്ങനെ കുളത്തിലേക്ക് അമ്പലത്തിൽ നിന്ന് വായന ഇങ്ങനെ കേൾക്കുന്നു. നല്ല കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഫീലിംഗ് ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ പടവിലേക്ക് പോവുകയാണ്. അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ കണ്ടിട്ടുള്ള പോലെ ഇങ്ങനെ നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും കാണില്ല, എപ്പോഴും അങ്ങോട്ട് ആൾക്കാരൊന്നും പോവില്ല. നമ്മളിങ്ങനെ എപ്പോഴും കുളം കാണാൻ വേണ്ടി പോകുന്ന പോലെയാണ്. പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. പായലൊന്നും പിടിക്കാതെ എപ്പോഴും അവർ ക്ലീനാക്കി ഇടുന്നതുകൊണ്ട് അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട് ശമ്പൂട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളത്തിലേക്ക് ഇങ്ങനെ ഒരു കോയിൻ ഇടുമ്പോഴത്തേക്ക് നമ്മളെ വിഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷ് നടക്കും എന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒരു, ഏത് കുളത്തിൽ കൊണ്ടിട്ടാലും മതി എന്നാണ് അവൻ്റെ ഒരു വിചാരം. മേ ബി നടക്കുമായിരിക്കും. ശരി, എന്നാൽ പിന്നെ അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് കരുതി ഒരു കോയിനൊക്കെ മേടിച്ചിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ നടക്കണം ആഗ്രഹമുള്ള ആഗ്രഹങ്ങളെല്ലാം പ്രാർത്ഥിച്ച് കുറച്ച് ഫ്രഷ് എയറൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശമ്പൂട്ടൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവിടുന്ന് പ്രസാദം മേടിച്ചു കേട്ടോ. അതിലൊരു കോമഡി ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ നമ്മൾ ഉമിക്കരി ഇട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഇവിടുന്ന് പയ്യാവൂരിന്ന് മേടിച്ച പ്രസാദത്തിൻ്റെ ഡബ്ബയിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രസാദം നിരത്തി വെച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ശമ്പൂട്ടൻ പറയും, അമ്മ അതാ മിന്നാമിന്നിന്ന്, അതായത് പല്ല് മിന്നാമിന്നി പോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഉമിക്കരി വേണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കുട്ടിക്കത് മിന്നാമിന്നിയാണ്. അത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. തലകുത്തി താഴെ വീണു. അതിനുശേഷം അവൻ കാണിക്കുകയാണ്, അവിടുന്ന് നമ്മൾ മിന്നാമിന്നി മേടിച്ചു എന്നും പറഞ്ഞിട്ടേ. പക്ഷേ അത് പായസമാണെന്ന് പറഞ്ഞാൽ ആൾ കഴിക്കൂല. പക്ഷേ മിന്നാമിന്നിയാണെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടു കൂടി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ പായസവും മേടിച്ച് പ്രസാദമൊക്കെ കൊണ്ട് നേരെ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. കാരണം നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ അതേപോലെ നമുക്കൊരു ടേപ്പ് മേടിക്കണമായിരുന്നു. ഇന്നലെ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേന് ടേപ്പ് തികഞ്ഞിട്ടില്ല. ഇനിയും അതുകൊണ്ട് ടേപ്പൊക്കെ മേടിച്ച് നമ്മൾ അടിപൊളി ഭദ്രമായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾ പയ്യാവൂർ തന്നെ അവിടെ അമ്പലത്തിനടുത്ത് തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ കയറി നമ്മൾ അയക്കുകയാണ്. ഭയങ്കര പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അയക്കുന്നത്, ദൈവമേ സേഫായിട്ട് തന്നെ എത്തണേന്ന്. പക്ഷേ അത് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ആൾ പറഞ്ഞു, ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് തവിട് പൊടിയാവും കേട്ടോ, നമ്മൾ റെസ്പോൺസിബിൾ അല്ല. എന്തായാലും നമ്മൾ ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു 50-100 കിലോ ഉള്ള പാക്കേജസിൻ്റെ ഇടയ്ക്കാണ് പോകുന്നത്, വേറൊന്നും വിചാരിക്കേണ്ട, അത് പൊട്ടിയിട്ടേ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിന് എന്തായാലും എത്താൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ നമ്മളത് ഏതായാലും അയച്ചു. അതിന് ശേഷം അവിടുന്ന് നമ്മൾ നേരെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഇടിയപ്പവും കടലക്കറിയും മേടിച്ചു, ശമ്പൂട്ടൻ പൂരി മേടിച്ചു. പ്രജിത അവിടെ ചെന്നപ്പോഴും മീൻകാരനായി അപ്പവും മീൻകറിയും മേടിച്ചു കേട്ടോ. പ്രജിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, സത്യം പറഞ്ഞാൽ വെജിറ്റബിൾ ഐറ്റംസൊക്കെ വളരെ കുറവാണ് ഇഷ്ടം. എനിക്ക് ശമ്പൂട്ടനും പക്ഷേ വെജിറ്റേറിയനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അങ്ങനെ വലിയൊരു മീൻ കറിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ പക്ഷേ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളി മസാല ദോശയൊക്കെ കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രജി പറഞ്ഞു ഇത് കണ്ണൂരാണ്, ഇവിടെ ഇങ്ങനെയാണെന്ന്. ശരി, എന്തായാലും ഞാൻ നല്ല ഇടിയപ്പവും കടലക്കറിയും മേടിച്ചു. അങ്ങനെ കഴിച്ചിട്ട് വീട്ടിലേക്കുള്ള പാഴ്സലും മേടിച്ചുകൊണ്ട് നമ്മൾ പോയിട്ടാണ്. കാരണം വീട്ടിൽ അമ്മയും അച്ഛനും അല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള പാഴ്സലും കൂടെ മേടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന വഴിക്ക് പിന്നെ മീൻ കണ്ടാൽ മീനും ചായക്കടയും കണ്ടാൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് നിൽക്കും കേട്ടോ. എന്താണെന്നറിയില്ല, വണ്ടിയുടെ പ്രശ്നമാണോ ഡ്രൈവറിൻ്റെ പ്രശ്നമാണോ എന്തോ, മീൻ കടയും ചായക്കടയും. അപ്പോൾ അങ്ങനെ മീനൊക്കെ മേടിച്ചപ്പോൾ നമ്മൾ ചെമ്പല്ലിയാണ് മേടിച്ചത്. അത് വെട്ടി കിട്ടുന്ന സമയം കൊണ്ട് ഒരാൾ ചായക്ക് പൈസ ചോദിച്ചു, അതെല്ലാം കൊടുത്ത് വീട്ടിലേക്ക് നമ്മൾ പോയി.